Hello, my dear students. Welcome back to the 8th session of Marketing Management. നമ്മൾ 7th സെഷനിൽ ഈ പറയുന്ന മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സ് നമ്മൾ കണ്ടിരുന്നു. നമ്മൾ ഓൾറെഡി 4 കൺസെപ്റ്റ്സ് ആണ് കണ്ടത്. പ്രോഡക്റ്റ് കൺസെപ്റ്റ്, പ്രൊഡക്ഷൻ കൺസെപ്റ്റ്, സെല്ലിംഗ് കൺസെപ്റ്റ് ആൻഡ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. അത് ഓരോ ടൈമിലാണ് അത് ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ ആദ്യം വന്നത് പ്രോഡക്റ്റ് കൺസെപ്റ്റാണ്. ദാറ്റ് ഈസ് 1869 to 900 വരെ. പിന്നെ അത് കഴിഞ്ഞ് പ്രൊഡക്ഷൻ കൺസെപ്റ്റാണ് വന്നത്. ദാറ്റ് ഈസ് 900 to 930. പിന്നെ അത് കഴിഞ്ഞ് സെല്ലിംഗ് കൺസെപ്റ്റ് 930 to 950. പിന്നെ വന്നത് മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്, ദാറ്റ് ഈസ് 1950 to 70. ഓക്കെ. ഇനി സൊസൈറ്റൽ കൺസെപ്റ്റ് ഫോം ചെയ്തത് 70s ആഫ്റ്റർ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. ഇത് ശരിക്കും നമ്മുടെ മാർക്കറ്റിംഗ് കൺസെപ്റ്റിന് ഓവർലാപ്പ് ചെയ്തിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഇതിൽ നമ്മൾ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് സോഷ്യൽ അവെയർനെസ്സിനാണ്. അതായത് നമുക്കിപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള എൻവയോൺമെൻറ്റിൽ ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഇപ്പം ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള പല റിസോഴ്സുകളുണ്ട്. അതിൽ ചില റിസോഴ്സുകൾ സ്കാഴ്സായിട്ടുള്ള റിസോഴ്സാണ്. എൻവയോൺമെൻറ്റ് പ്രോബ്ലംസ് വരുന്ന പോലെ തന്നെ സോഷ്യൽ പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഈ പറയുന്ന ബിസിനസ് കൺസേൺസിന് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു കൺസെപ്റ്റാണ് സൊസൈറ്റൽ കൺസെപ്റ്റ്. ദാറ്റ് മീൻസ് നമ്മൾ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ സൊസൈറ്റീനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യിക്കണം. അങ്ങനെയുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏതൊരു ബിസിനസ് കൺസേൺസിനും ഉണ്ടെന്നുള്ളത് കാണിക്കുന്നതാണ് സൊസൈറ്റൽ കൺസെപ്റ്റ്. ഓക്കെ. സോ നമ്മളുടെ കൺസ്യൂമർ വെൽഫെയറിനെ പോലെ തന്നെ നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് സോഷ്യൽ വെൽഫെയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഫിറ്റ് ഏൺ ചെയ്യുക, സൊസൈറ്റൽ കൺസെപ്റ്റിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നത് പോലെ തന്നെ അത് ചെയ്ത ശേഷം സൊസൈറ്റിയുടെ നീഡ്സ് ആൻഡ് വാൻസ് കൂടി സാറ്റിസ്ഫൈ ചെയ്യിക്കണം എന്നാണ്. ഓക്കെ. സോ അതാണ് നമ്മളുടെ സൊസൈറ്റൽ കൺസെപ്റ്റ്. അപ്പോൾ ഈ സൊസൈറ്റൽ കൺസെപ്റ്റിലൂടെ നമ്മളുടെ ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന സൊസൈറ്റിയുടെ വെൽഫെയറും കൂടി ഏറ്റെടുക്കുന്നുണ്ട്. കസ്റ്റമറിൻ്റെ വെൽഫെയർ കൂടാതെ സൊസൈറ്റിയുടെ വെൽഫെയറും കൂടി ഏറ്റെടുക്കുന്നു. അതാണ് ഒരു മാർക്കറ്റിംഗ് കൺസെപ്റ്റിൻ്റെ ഒരു ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് സൊസൈറ്റീനെയും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുക അതിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് വെച്ചുകൊണ്ട്. ഓക്കെ. സോ അങ്ങനെയുള്ള സൊസൈറ്റൽ കൺസെപ്റ്റിൻ്റെ ആ ഒരു ഫിലോസഫിയുടെ അസംഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫേംസ് എന്ത് ചെയ്യുന്നു, പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് കസ്റ്റമേഴ്സിൻ്റെ വാണ്ട്സ് അനുസരിച്ചിട്ട്. അതുപോലെ എപ്പോഴും നമ്മൾ ലോങ് ടേം പ്രോഫിറ്റ് ഗോൾസ് ആയിരിക്കണം, ക്വിക്ക് സെയിലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സൊസൈറ്റൽ കൺസെപ്റ്റിലൂടെ നമ്മളുടെ ഈ പറയുന്ന ബിസിനസ് ഫേംസ് എന്ത് ചെയ്യുന്നു, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസും കൂടി ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് നമ്മളുടെ ഫേമിൻ്റെ റിസോഴ്സസ്, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, ഇതെല്ലാം നമ്മുടെ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യാനും അതുപോലെ സോഷ്യൽ നീഡ്സിനെ മീറ്റ് ചെയ്യാനും കൂടിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ സൊസൈറ്റൽ കൺസെപ്റ്റ്. അതിനെ പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷനിൽ കാണിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, മാർക്കറ്റിംഗ് റിസർച്ചിലൂടെ അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്താണെന്ന് കണ്ടെത്തി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൂടെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത്രയും വരെ നമ്മുടെ മാർക്കറ്റിംഗ് കൺസെപ്റ്റാണ്. അതിൻ്റെ കൂടെ ഓവർലാപ്പിംഗ് ആയിട്ടാണ് സൊസൈറ്റൽ കൺസെപ്റ്റ് വരുന്നത്. ആ പ്രോഡക്റ്റ് നമ്മൾ ഫോം ചെയ്ത ശേഷം നമ്മുടെ സോഷ്യൽ വെൽഫെയറും കൂടി അത് ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ട് ഈ പ്രോഡക്റ്റിനെയും സോഷ്യൽ വെൽഫെയറിനെയും കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള പ്രൊമോഷൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുക. അതാണ് സൊസൈറ്റൽ കൺസെപ്റ്റ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. എന്താണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പുതിയ മാർക്കറ്റിംഗ് കൺസെപ്റ്റാണ്. ഇപ്പം നമുക്ക് 1970s സൊസൈറ്റൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് വന്നത്. അതിനുശേഷം നമ്മുടെ 21st സെഞ്ച്വറിയുടെ ഒരു പുതിയ മാർക്കറ്റിംഗ് കൺസെപ്റ്റാണ് ഹോളിസ്റ്റിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, എവ്രിതിങ് മാറ്റേഴ്സ് എന്നാണ് ഈ ഒരു കൺസെപ്റ്റിനെ ബേസിക്കലി നമ്മൾ പറയുക. എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ ഇത് നമുക്ക് വളരെ ഗ്ലോബലായിട്ട് ഈ ഒരു ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് പോപ്പുലാരിറ്റി നേടിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എല്ലാ മാർക്കറ്റിംഗ് ഫേംസും മാക്സിമം മാർക്കറ്റിംഗ് ഷെയർ അച്ചീവ് ചെയ്യാനായിട്ട് ഈ ഒരു ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. അതിലൂടെ നല്ലൊരു പോസിറ്റീവ് ബ്രാൻഡ് ഇമേജ് പ്രോഡക്റ്റിന് റിലേറ്റഡ് ആയിട്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ ബിസിനസ് സിസ്റ്റം എന്ന് പറയുന്നത് അതിലൊരുപാട് സബ് സിസ്റ്റംസ് ഉണ്ട്. പർച്ചേസ്, സെയിൽസ്, പ്രൊഡക്ഷൻ, ഫിനാൻസ്, റിസർച്ച് ഡെവലപ്മെൻറ്റ്, അക്കൗണ്ടിങ്, ഇതൊക്കെ എന്താണ് അതിൻ്റെ സബ് സിസ്റ്റംസ് ആണ്.
അപ്പം ഈ സബ്സിസ്റ്റംസ് എല്ലാം തന്നെ അക്കോർഡിംഗ് ടു ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് അത് എല്ലാം അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യത്തിലോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അപ്പം അങ്ങനെ ഈ പറയുന്ന പർച്ചേസും സെയിൽസും പ്രൊഡക്ഷനും എല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയി അവർ നല്ലൊരു ബ്രാൻഡ് ഇമേജ് ഇവരെല്ലാം ചേർന്ന് ട്രേഡ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് ഇമേജ് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ സബ്സിസ്റ്റംസും എന്ത് ചെയ്യണം, ഇൻറ്റഗ്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. അതാണ് ഈ ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റിൽ പറയുന്നത്. എല്ലാവരും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ അവർക്ക് നല്ലൊരു പ്രോഡക്റ്റ് ബ്രാൻഡ് ഇമേജ് കസ്റ്റമറിൻ്റെ മൈൻഡിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടേതായിട്ടുള്ള രീതിയിൽ, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ രീതിയിൽ, പ്രൊഡക്ഷൻ വേറെ രീതിയിൽ, ഫിനാൻസ് വേറെ രീതിയിൽ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഒരു ബന്ധമില്ലാതെ അക്കൗണ്ടിങ്ങും അവരുടെ രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ആവില്ല. അതേസമയം എല്ലാവരും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പരസ്പരം സഹകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ അവർക്ക് നല്ലൊരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കസ്റ്റമറുടെ മൈൻഡിൽ. അത് നമുക്ക് നിലനിൽക്കും എന്നാണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് പറയുന്നത്. നമ്മുടെ ഈ ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റിൽ 4 കൺസെപ്റ്റ്സ് ഉൾപ്പെടുന്നതാണ്, 4 കമ്പണൻസ് ഉൾപ്പെടുന്നതാണ്. റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ്, ഇൻറ്റേർണൽ മാർക്കറ്റിംഗ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മാർക്കറ്റിംഗ്. അങ്ങനെ 4 എണ്ണം ചേർന്നിട്ടുള്ളതാണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ്. അതിൽ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് റിലേറ്റഡ് ടു കസ്റ്റമേഴ്സായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പ്രതിപാദിക്കുന്നതും, ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് നമ്മളുടെ ഹോളിസ്റ്റിക് മാർക്കറ്റിങ്ങിലുള്ള സബ്സിസ്റ്റംസ് തമ്മിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതും, ഇൻറ്റേർണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ പറയുന്ന സബ്സിസ്റ്റംസ് തമ്മിൽ എന്താണ് ചില കൊടുക്കൽ വാങ്ങലുണ്ട്, അതിനെയാണ് ഇൻറ്റേർണൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഓർഗനൈസേഷൻ മൊത്തത്തിൽ സോഷ്യലി എത്ര റെസ്പോൺസിബിളായിട്ടാണ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നത്, സോഷ്യൽ വെൽഫെയർ ഉൾപ്പെടുത്തിക്കൊണ്ട്. ഈ 4 കമ്പണൻസും നമ്മുടെ ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഒരു കമ്പനി നമ്മളുടെ കസ്റ്റമേഴ്സിനെയും സൊസൈറ്റീനെയും എംപ്ലോയീസിനെയും മാനേജ്മെൻറ്റിനെയും ഈ ഒരു ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റിലൂടെ ഒരേപോലെ കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളുടെ ഈ പറയുന്ന പ്രത്യേകിച്ചും കസ്റ്റമേഴ്സിനെ നമ്മൾ വളരെ വെൽ ട്രീറ്റിംഗ് ആണ് ഹോളിസ്റ്റിക് മാർക്കറ്റിങ്ങിൽ കൊടുക്കുന്നത്. അവരെ നമ്മളൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ടും അവർക്ക് അവരുടെ മൈൻഡിൻ്റെയും ഹാർട്ടിൻ്റെയും സ്പിരിറ്റിൻ്റെയും പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഒരുപാട് ഹ്യൂമൻ വാല്യൂസാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ ആ രീതിയിൽ ഈ ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഫോളോ ചെയ്ത് വിജയം കണ്ടെത്തിയിട്ടുള്ള കമ്പനീസാണ് സെറോക്സും അതുപോലെ പ്യൂമ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ജർമ്മൻ അത്ലറ്റിക് ഫുട്വെയർ കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഫോളോ ചെയ്തിട്ട് ഒരുപാട് സക്സസ് ഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് മൊബൈൽ ഫോൺ കമ്പനീസും ഈ ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഫോളോ ചെയ്ത് നമ്മുടെ ഒരുപാട് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള മൊബൈൽ ഫോൺസ് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് അനുസരിച്ച് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ബ്രാൻഡ് ഇമേജ് കസ്റ്റമേഴ്സിൽ ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്, പ്രോംപ്റ്റ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട്. ഇനി ഇങ്ങനെയുള്ള ഈ ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഇപ്പോഴത്തെ 21st സെഞ്ച്വറിയിലെ മോഡേൺ കൺസെപ്റ്റാണ്. ഇതിൻ്റെ ഗ്രോത്തിൻ്റെ റെസ്പോൺസിബിൾ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഒന്ന് മെയിനായിട്ട് വരുന്നത് പോപ്പുലേഷൻ ഗ്രോത്താണ് അല്ലേ. ദിനം പ്രതി പോപ്പുലേഷൻ ഗ്രോ ചെയ്തുകൊണ്ട് ഡിമാൻഡ് കൂടുന്നു, അതുകൊണ്ട് പ്രോഡക്റ്റും സർവീസും അതനുസരിച്ച് നമ്മൾ കൂട്ടി കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് ആൻഡ് ടേസ്റ്റ് അനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ഗ്രോയിങ് നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ്, ഇപ്പോഴൊക്കെ നമ്മുടെ സ്മോൾ ഫാമിലി കൺസെപ്റ്റ്സിനാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിങ്ങിന് വളരെ പുതിയ പല ചാലഞ്ചസും ഇത് ഫോം ചെയ്ത് കൊടുക്കുന്നുണ്ട്. പല ഇന്നൊവേറ്റീവായിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡും ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻക്രീസ് ഇൻ ഡിസ്പോസിബിൾ ഇൻകം, ഇപ്പോഴത്തെ ഈ പറയുന്ന പേഴ്സണൽ ഇൻകം, എംപ്ലോയ്മെൻറ്റ് കൂടുന്നു, എഡ്യൂക്കേഷൻ കൂടുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ആൾക്കാരുടെ ഡിസ്പോസിബിൾ ഇൻകമും ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പല ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സും സർവീസിനൊക്കെ ആയിട്ട് അവരുടെ നെസസിറ്റീസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റിന് പറ്റുന്നുമുണ്ട്. ഇനി നമ്മുടെ ഹോളിസ്റ്റിക് മാർക്കറ്റിങ്ങിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ്, അതിൻ്റെ ചേഞ്ചാണ്. കാരണം ഇപ്പോഴത്തെ
21st സെഞ്ച്വറിയിൽ ഈ പറയുന്ന കസ്റ്റമേഴ്സ് ആയാലും പല പുതിയ സ്റ്റൈൽസ്, പുതിയ ഫാഷൻസ്, പുതിയ ട്രെൻഡിന്, പുതിയ ഫാൻസി ഗുഡ്സിനൊക്കെയും ഒരുപാട് നല്ല ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നുണ്ട്. അത് വളരെ വൈഡൻ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റിൽ നമ്മൾ പല പുതിയ ഐഡിയാസ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ് റിലേറ്റഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ടെക്നോളജിക്കൽ ചേഞ്ചസും ഒരുപാട് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പല സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലും നമുക്ക് ഈ ഹോളിസ്റ്റിക് കൺസെപ്റ്റ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രോത്ത് ഓഫ് മാർക്കറ്റിംഗ് ചാനൽസ്. ഇപ്പം നമുക്ക് പണ്ടത്തെ പോലെയല്ല, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കൊക്കെ പണ്ട് വളരെ സിമ്പിളായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ നമുക്ക് വൈഡായിട്ടുള്ള നെറ്റ്വർക്കാണ്. അതുമാത്രമല്ല നമുക്ക് ഈ മാർക്കറ്റിംഗ് ചാനൽസ് അതിൽ പല ഫിലോസഫീസും യൂട്ടിലൈസ് ചെയ്ത് കുറേ കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഗ്രോത്ത് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ. ഇപ്പോഴത്തെ മാസ് കമ്മ്യൂണിക്കേഷനും ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ഈ ഒരു ഹോളിസ്റ്റിക് മാർക്കറ്റിങ്ങിനെ അത് ഒത്തിരിയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് ഗുഡ്സിൻ്റെയൊക്കെയും സർവീസിൻ്റെയൊക്കെ ഇലക്ട്രോണിക് മീഡിയയിൽ കൂടെ നമുക്ക് എത്ര വേണമെങ്കിലും എവിടേക്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് സഹായമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സ് ഇതിലൂടെ നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫാക്ടേഴ്സാണ് നമ്മളുടെ ഹോളിസ്റ്റിക് മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണ്. ഈ ഒരു സക്സസ്ഫുൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അത് ആക്സിഡൻ്റലി ഉണ്ടാവുന്നതല്ല, അത് മാനേജ്മെൻറ്റ് ഇഫക്റ്റീവ്ലി ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഒരു മീനിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ടും മാനേജ്മെൻറ്റിൻ്റെ പല ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഇതിൽ നമ്മൾ മാർക്കറ്റിംഗ് റിസോഴ്സസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ്. അപ്പം ഇതിൽ നമുക്ക് പ്ലാനിങ് ഉണ്ട്, ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്, കൺട്രോളിങ് ഉണ്ട്. എന്താണ് റിലേറ്റഡ് കൺട്രോൾ ഓഫ് ഓൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി പ്രോഗ്രാംസ്. അതുമാത്രമല്ല മാർക്കറ്റിംഗ് പ്രോസസ്സും. ഫിലിപ്പ് കോട്ട്ലറും ആൻഡ് കെല്ലർ എന്ന 2 ഓതേഴ്സ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, അതുപോലെ സയൻസുമാണ്. ഇറ്റ് ഈസ് എൻ ആർട്ട് ആസ് വെൽ ആസ് സയൻസ് of choosing a target market and keeping and growing customers through creating, delivering, communicating superior customer values. അതാണ് മെയിൻ പോയിൻ്റ് അതിൽ വരുന്നത്. ക്രിയേറ്റിംഗ്, ഡെലിവറിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് സുപ്പീരിയർ കസ്റ്റമർ വാല്യൂസ്. നമ്മൾ ഒരു കസ്റ്റമറിനെ, ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ ഗെറ്റ് ചെയ്യുന്നു, അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അവരെ ഗ്രോ ചെയ്യുന്നു. എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ക്രിയേറ്റിംഗ്, ഡെലിവറിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് സുപ്പീരിയർ കസ്റ്റമർ വാല്യൂസ്. അപ്പം ഈ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ ഒരു പ്രക്രിയയാണ്. ബിക്കോസ് ആ പ്രക്രിയയിൽ, ആ പ്രോസസ്സിൽ നമുക്ക് പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിംഗ് ഉണ്ട്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദ എഫേർട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് അച്ചീവിങ് ദ മാർക്കറ്റിംഗ് ഗോൾസ് such as customer satisfaction and profit maximization. അപ്പോൾ 2 ഒബ്ജക്റ്റീവ്സ് ആണ് ഈ മാർക്കറ്റിങ്ങിനുള്ളത്: കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അപ്പോൾ അത് രണ്ടും അച്ചീവ് ചെയ്യാനായിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ നമ്മൾ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഡയറക്റ്റിംഗ് കൺട്രോളിങ്ങും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻസ്.